ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേക്കൽ കോട്ടയുടെ ഒരു കോർണറിൽ നിന്നുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഈ കോട്ടയുടെ 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ഒരു കോട്ടയാണ്. ഏകദേശം ക്രിസ്തുവർഷം 1645 ഇവിടെ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അന്നു മുതൽ ഇതുവരെയും ഇതിനെ കാത്ത് സൂക്ഷിച്ച് സംരക്ഷിക്കുന്ന വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടലിൽ നിന്ന് 3 സ്ഥലത്ത് നിന്നും വരുന്ന ആക്രമണങ്ങളെ തടയുവാനും ഇവിടെ നിന്നുകൊണ്ടാണ് ഇതിനെയൊക്കെയും ഇവർ നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ കര മുഖാന്തരം ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ അതിനെ നേരിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഈ ബേക്കൽ കോട്ടയുടെ 4 ഭാഗത്തും ഒരുക്കിയിട്ടുണ്ട്. അതിലുപരിയായി കോട്ടയുടെ വെളി ഭാഗത്ത് മതിലിനോട് ചേർന്ന് എല്ലാ സ്ഥലത്തും വലിയ കിടങ്ങുകൾ തീർത്തിട്ടുണ്ട്. ആ കിടങ്ങുകൾ തീർത്തതിൻ്റെ കാരണം അതിന് ആ കിടങ്ങിനകത്ത് മുതലക്കുട്ടികളെയൊക്കെ വളർത്തി ശത്രു രാജ്യത്ത് നിന്നാരും മതിൽ കടന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് കയറരുത് എന്നുള്ള ആ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടെയാണ് കിടങ്ങുകൾ വാർത്തിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ബേക്കൽ കോട്ട. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒപ്പം തന്നെ ആദ്യകാലത്തുണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാരുടെയും തുടർന്നുള്ള നാട്ടുരാജാക്കന്മാരുടെ എല്ലാം വളരെ ഏറെ പ്രാധാന്യമുള്ള ചരിത്രം സൂക്ഷിക്കുന്ന കോട്ടയാണ് ഈ ബേക്കൽ കോട്ട.